BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. തന്റെ പ്രജകളെ കാണാൻ മഹാബലി വർഷത്തിലൊരിക്കൽ കേരള നാട്ടിലേക്ക് വരുന്നതാണ് തിരുവോണത്തിന്റെ ഐതിഹ്യം. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ തിരുവോണാശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച സേവനങ്ങൾ നൽകി വരുന്ന അൽ ഹിലാൽ ഹോസ്പിറ്റൽസിന്റെ സിത്ര ബ്രാഞ്ച് മെഡിക്കൽ ക്യാമ്പ് AI ഹാർഡ്വെയർ, ഫാസ്റ്റനറുകൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത MA കോതമ്പവാല കമ്പനീസ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മിനി ബോഡി ചെക്കപ്പ്, രക്തസമ്മർദ്ദ പരിശോധന, വൗച്ചർ വിതരണം എന്നീ സേവനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നൽകി. അവനി തൊയ്ക്കോണ്ടോ അക്കാദമിയിലും അൽ ഹിലാൽ സിത്ര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മിനി ബോഡി ചെക്കപ്പുകൾ, ഹൈറ്റ്, വെയ്റ്റ് പരിശോധന എന്നിവ നടത്തി. കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണവും ഊർജ്ജവും എന്ന വിഷയത്തിൽ ഡോക്ടർ അബൂസലും ഡോക്ടർ ഖാലിദും ആരോഗ്യ പ്രഭാഷണം നടത്തി. പങ്കെടുത്തവർക്ക് വൗച്ചറുകൾ വിതരണം ചെയ്തു. ഹ്രസ്വ സന്ദർശനത്തിനായി ഖത്തറിലെത്തിയ ബഹ്റൈൻ സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഹനീഫിന് സ്വീകരണം നൽകി. ഓവർസീസ് തമിഴ് വെൽഫെയർ അസോസിയേഷന്റെ മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഖത്തറിലെത്തിയ ബഹ്റൈനിലെ പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകനുമായ സയ്യിദ് ഹനീഫിനാണ് ഖത്തർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രത്യേക സ്വീകരണം നൽകിയത്. പ്രവാസി തമിഴർ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് കുറുമ്പൂർ ത്വാഹിർ ഷെയ്ഖ് ഹറീദ്, തമിഴ് പ്രവർത്തകൻ മുഹമ്മദ് റഫീഖ് എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിൽ ഹ്രസ്വ സന്ദർശനത്തിനെത്തിയ സയ്യിദ് ഹനീഫ് തൊഴിലാളികളുടെ ക്യാമ്പിൽ പോവുകയും മീലാദുനബിയിലും ഓണാഘോഷങ്ങളിലും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CR മഹേഷ് MLAയുമായി ടോക്ക് ഷോ സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റ് ഹാളിലായിരുന്നു പരിപാടി. IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷനായിരുന്നു. ഹ്രസ്വ സന്ദർശനത്തിനായി ബഹ്റൈനിലെത്തിയതായിരുന്നു CR മഹേഷ് MLA. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തന ശൈലിയിൽ കാതലായ മാറ്റം അനിവാര്യമാണെന്ന് ടോക്ക് ഷോയിൽ CR മഹേഷ് MLA പറഞ്ഞു. ചടങ്ങിൽ അനിൽകുമാർ UK, അജിത് കുമാർ കണ്ണൂർ, ജമാൽ കുറ്റിക്കാട്ടിൽ, റഹീം വാവ കുഞ്ഞു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നിരവധി പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് MLA മറുപടി നൽകി. സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗനിയുഡ് നന്ദി പറഞ്ഞു. പ്രവാചകൻ പ്രഭാവവും എന്ന പ്രമേയത്തിൽ സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ 2024 ഭാഗമായി റബി ഉൽ അവൽ 1 മുതൽ നടന്നുവരുന്ന മൗലിദ് മജ്ലിസിന്റെ സമാപനം മലീദുന്നബി സംഗമം ഇന്നലെ സെപ്റ്റംബർ 14 ശനിയാഴ്ച രാത്രി 8:30 ഗോൾഡ് സിറ്റിയിലുള്ള സമസ്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ കോയ തങ്ങൾ മദ്ഫു റിസൂൽ പ്രഭാഷണത്തിനും ദുആയ്ക്കും നേതൃത്വം നൽകി. കൂടാതെ വിവിധ ദിവസങ്ങളിലായി നൂറുൽ അലാനൂർ വിദ്യാർത്ഥി ഫെസ്റ്റ് മദ്രസ ഹാളിൽ നടക്കുമെന്നും മീലാദ് ക്യാമ്പയിനിന്റെ സമാപന സംഗമം 2024 ഒക്ടോബർ 11 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ മനാമ പാകിസ്ഥാൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39128941 എന്ന നമ്പറിലോ 35107554 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര ചേരിയിലെ കരുത്തുറ്റ ശബ്ദമായ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭാവം രാജ്യത്തിന് വലിയ വിടവായിരിക്കുമെന്ന് പ്രവാസി വെൽഫെയർ പുറത്തിറക്കിയ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊണ്ട സഖാവ് സീതാറാം യെച്ചൂരിക്ക് പ്രവാസി വെൽഫെയർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും ബന്ധുമിത്രാദികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രവാസി വെൽഫെയർ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അവസാന യാത്രയയപ്പ് നൽകി ഇന്ത്യ. CPM ദേശീയ ആസ്ഥാനമായ AKG ഭവനിലാണ് മൃതദേഹം എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയടക്കമുള്ള ദേശീയ നേതാക്കൾ യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ പ്രിയ സഖാവിന് വിട നൽകിയത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ മരണം. ഓണാഘോഷമാക്കാൻ കസവൊടുത്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. എയർലൈൻ്റെ ഏറ്റവും പുതിയ ബോയിംഗ് 737-8 വിമാനത്തിലാണ് മലയാളികളുടെ വസ്ത്രശൈലിയായ കസവ് മാതൃകയിൽ ട്രെയിൽ ആർട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 180 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണിത്. 2023 ഒക്ടോബറിൽ പുതിയ ബ്രാൻഡ് അവതരിപ്പിച്ച ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാറ്റിലേക്ക് 34 പുതിയ വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിമാനങ്ങളിലും വിവിധ പ്രദേശങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ടെയിൽ ആർട്ടുകളാണുള്ളത്. കേരളത്തിന്റെ കസവ്, തമിഴ്നാടിന്റെ കാഞ്ചീപുരം,
ആന്ധ്രാപ്രദേശിൻ്റെ കലങ്കാരി, മധ്യപ്രദേശിൻ്റെ ചന്ദേരി തുടങ്ങിയവയാണ് വിവിധ വിമാനങ്ങളുടെ ട്രെയിൻ ആക്ടിലുള്ളത്. ഓണം പ്രതീതിയിലാണ് കസവ് വിമാനം ബുധനാഴ്ച കൊച്ചിയിൽ പറന്നിറങ്ങിയത്. വിമാനത്തെ വരവേൽക്കാനായി കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ക്യാബിൻ ക്രൂ ഒഴികെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ എത്തിയത്. വിമാനത്തിന്റെ ചിറകുകൾക്കിടയിലും ചെക്ക് ഇൻ കൗണ്ടറുകൾക്ക് മുൻപിലും അത്തപ്പൂക്കളവും ഒരുക്കിയിരുന്നു. കൂടാതെ ബംഗളൂരുവിലേക്കുള്ള ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ എത്തിയവരെ കസവ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽ പാതയ്ക്ക് റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി. ബ്രോഡ്ഗേജ് ഇരട്ടപ്പാതയ്ക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം നടക്കുന്നത്. ശബരിമല ഭക്തരുടെ സ്വപ്ന പദ്ധതിക്കാണ് ഇപ്പോൾ അന്തിമ അനുമതിയായിരിക്കുന്നത്. പദ്ധതിക്കായി ആകെ 6450 കോടി രൂപയാണ് ചെലവായി പ്രതീക്ഷിക്കുന്നത്. പാതയുടെ ആകെ ദൂരം 59.23 കിലോമീറ്റർ ആയിരിക്കും. ട്രാക്കിന്റെ പരമാവധി വേഗത 200 കിലോമീറ്റർ ആകും. ആലപ്പുഴ ജില്ലയിൽ പദ്ധതിക്കായി 23.3 ഹെക്ടർ ഭൂമി റെയിൽവേ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. ചെങ്ങന്നൂർ പമ്പ റൂട്ടിൽ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് 7 സ്റ്റേഷനുകളാണ്. ചെങ്ങന്നൂർ, വടശ്ശേരിക്കര, സീതത്തോട്, പമ്പ എന്നിവയാണ് 5 സ്റ്റേഷനുകൾ. പുതിയ പാത വരുന്നതോടെ ശബരിപാത വേണ്ടെന്ന നിലപാടിലാണ് റെയിൽവേ. മകൾക്കൊപ്പം ഓണക്കോടി വാങ്ങി മടങ്ങവേ സ്കൂട്ടറിന് പിന്നിൽ ബസ്സിടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തിരുപ്പാല, ബണ്ണൂർ, ചെറുമ്പാല, വലിയക്കാട്, പുത്തൻപള്ളിയിൽ വീട്ടിൽ യശോദയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 7ഓടെയായിരുന്നു അപകടം. ഓണത്തോടനുബന്ധിച്ച് മലമ്പുഴ മന്തക്കാടുള്ള മകളുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു യശോദ. കഴിഞ്ഞ ദിവസം വാങ്ങിയ ഓണക്കോടി മാറ്റി വാങ്ങാനായി ടൗണിൽ എത്തിയതായിരുന്നു. തുടർന്ന് വസ്ത്രങ്ങളുമായി മകൾ സുജിനിയോടൊപ്പം സ്കൂട്ടറിൽ മടങ്ങവേ BOC റോഡിലെ മേൽപ്പാലത്തിന് മുകളിൽ ഗതാഗതക്കുരുക്കിൽ നിർത്തിയ സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ യശോദയുടെ തലയിലൂടെ ബസ് കയറി തൽക്ഷണം മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് മറ്റൊരു ബൈക്കിലും ഇടിച്ചു. ബൈക്ക് യാത്രക്കാരായ കഞ്ഞിക്കുളം സ്വദേശി അഭയ്, കവിൽപ്പാട് സ്വദേശി അൻസാദ് എന്നിവർക്കും പരിക്കേറ്റു. ജില്ലാ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ച യശോദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തു. ഭർത്താവ് വാസു, മക്കൾ സുജിനി, സജനി, രജനി, മരുമക്കൾ പ്രേമദാസൻ, പ്രശാന്ത്, ശങ്കരൻ. ഓണാവധിയും ഉത്സവവും എത്തിയതോടെ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളിൽ കാലുകുത്താനിടമില്ലാത്ത സ്ഥിതിയാണ്. വെള്ളിയാഴ്ച ഓഫീസും വിദ്യാലയങ്ങളും അടച്ചതോടെ നാട്ടിലെത്താൻ പെടാപ്പാട് പെടുകയാണ് യാത്രക്കാർ. അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിൽ ജനറൽ കോച്ചുകൾ അനുവദിക്കുന്നതിന് പകരം ഓരോ സ്ലീപ്പർ കോച്ചുകൾ മാത്രം അനുവദിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് റെയിൽവേ. കോവിഡിന് മുൻപ് വരെ മിക്ക ട്രെയിനുകളിലും മുന്നിലും പിന്നിലുമായി 4 ജനറൽ കോച്ചുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2ഉം 3ഉമായി ചുരുക്കി. ബംഗളൂരു, ചെന്നൈ, സേലം, ഈറോഡ്, പൊള്ളാച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവർക്ക് നാട്ടിലെത്താൻ ആശ്രയം ട്രെയിനുകളാണ്. സ്ലീപ്പർ ടിക്കറ്റ് ലഭിക്കാത്തവർ ആശ്രയിക്കുന്നത് ജനറൽ കോച്ചുകളാണ്. വെള്ളിയാഴ്ച മുദ്രയിൽ നിന്ന് പുറപ്പെട്ട മധുര, തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് പൊള്ളാച്ചി എത്തുമ്പോഴേക്കും ജനറൽ കോച്ച് നിറഞ്ഞു കവിഞ്ഞു. ഇതിന് സമാനമാണ് ബംഗളൂരു, ചെന്നൈ ഭാഗത്തുനിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിലുണ്ടായിരുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും കേരളത്തിൽ നിന്ന് പോലും ജനറൽ കോച്ച് മാത്രം ഉൾപ്പെടുത്തി സ്പെഷ്യൽ സർവീസ് നടത്താറുണ്ട് റെയിൽവേ. ഇതിന് സമാനമായി കേരളത്തിനകത്തും ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും ഉത്സവ സമയങ്ങളിൽ ജനറൽ കോച്ച് മാത്രം ഉൾപ്പെടുത്തി സ്പെഷ്യൽ സർവീസ് നടത്തിയാൽ യാത്രാ തിരക്കിന് പരിഹാരമാവുമെന്നും പാസഞ്ചർ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.